നിങ്ങൾക്കറിയാമോ, ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന്? നിങ്ങളുടെ ഒരു സുഹൃത്ത് കാനഡയിലോ UK-യിലോ ഓസ്ട്രേലിയയിലോ അയർലൻഡിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടർന്നുള്ള രംഗങ്ങൾ നമുക്ക് മനഃപ്പാടമാണ്. വിമാനത്താവളത്തിലെ പുതിയ തുടക്കം എന്നെഴുതിയ ഒരു സെൽഫി, കുടുംബാംഗങ്ങളോടുള്ള കണ്ണീരോടെയുള്ള വിടപറച്ചിൽ, സ്വപ്നങ്ങൾ നിറഞ്ഞ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ. എന്നാൽ മാസങ്ങൾ കഴിയുമ്പോൾ ആവേശമങ്ങ് കെട്ടടങ്ങും. പോസ്റ്റുകളുടെ എണ്ണം കുറയും, ചിരികൾക്ക് വലിച്ചു നീട്ടിയ ഒരു ഭാവം വരും. ആ പുതിയ തുടക്കം ഒരു നീണ്ട ഏകാന്തമായ ഇടവേള പോലെ തോന്നാൻ തുടങ്ങും. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 23 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ മെച്ചപ്പെട്ട ജീവിതം തേടി വിദേശത്തേക്ക് കുടിയേറി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നിട്ടും അവരിൽ പലരും സ്വയം ചോദിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇതൊക്കെ ഇതിനു വേണ്ടിയായിരുന്നു? ഈ ചോദ്യം ഇന്ത്യൻ കുടിയേറ്റത്തിൻ്റെ മറുവശത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. വിദേശത്തേക്ക് പോകുന്നത് പല ഇന്ത്യക്കാർക്കും ഒരു അവസരം എന്നതിലുപരി സാമൂഹിക അംഗീകാരത്തിൻ്റെ ഒരു അടയാളമാണ്. അവൻ്റെ മോൻ കാനഡയിൽ സെറ്റിലായി, എൻ്റെ കസിൻ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള വിജയഗാഥകൾ കേട്ടാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. വിദേശത്ത് സ്ഥിരതാമസമാക്കുക എന്നതിനർത്ഥം നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ്. എന്നാൽ ഈ വിജയചിഹ്നം ഒരു നിശബ്ദമായ പോരാട്ടത്തിൻ്റെ ഉറവിടമായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? വിസ സ്റ്റാമ്പിന് പിന്നിലെ യാഥാർത്ഥ്യം നാട്ടിൽ പറയുന്ന കഥകളേക്കാൾ വളരെ കുറഞ്ഞ ഗ്ലാമറസായ ഒന്നാണ്. മികച്ച ജോലി, യൂറോപ്യൻ സൗകര്യങ്ങൾ എന്നീ മിഥ്യാധാരണകൾക്കപ്പുറം ഒരുപാട് വ്യക്തിപരമായ ത്യാഗങ്ങൾ അതിലുണ്ട്. ഈ സ്റ്റാറ്റസ് സിംബൽ നിലനിർത്താൻ വേണ്ടി പ്രവാസി അനുഭവിക്കുന്ന ഒറ്റപ്പെടലും സാമ്പത്തിക സമ്മർദ്ദങ്ങളും പലപ്പോഴും ഒരു രഹസ്യമായി അങ്ങനെ തുടരും. കാരണം നാട്ടിലേക്ക് തിരികെ വരുമ്പോൾ തോൽവിയായി കണക്കാക്കപ്പെടുമോ എന്ന ഭയം അവരെ അലട്ടുന്നു. ആദ്യ ആഴ്ചകൾ ഒരു സിനിമ പോലെ മനോഹരമായിരിക്കും. പുതിയ നഗരങ്ങൾ, പുതിയ രുചികൾ, ഓരോ സൂര്യാസ്തമയവും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ നിറയും. എന്നാൽ ആഴ്ചകൾ മാസങ്ങളാകുമ്പോൾ ആ പുതുമയുടെ ഭംഗി കുറഞ്ഞു തുടങ്ങും. അപ്പോഴാണ് ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. നമ്മുടെ നാട്ടിലെ തെരുവുകളിലെ ആ ബഹളം, എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു ചായ, അടുക്കളയിൽ നിന്നുള്ള അമ്മയുടെ ആ വിളി. അപ്പോഴാണ് ആ സത്യം നമുക്ക് മനസ്സിലാകുന്നത്. സാഹസിക വളരെ രസകരമാണ്, എന്നാൽ സ്വന്തമായ ഒരിടം പകരം വയ്ക്കാനില്ലാത്തതാണ്. കാനഡയിലെ മഞ്ഞു വീഴുന്ന കാഴ്ച മനോഹരമാണെങ്കിലും കൂട്ടുകാരുമായി നാട്ടിലിരുന്ന് തമാശ പറയുന്ന ഒരു ചായക്കടയുടെ താളത്തിനത് പകരമാവില്ല. ഒരുപാട് വലിയ വീടുകൾ അവിടെ ഉണ്ടാകാം, പക്ഷേ അവിടെയൊന്നും നിങ്ങൾ ജനിച്ചു വളർന്ന വീടിൻ്റെ വാത്സല്യമുണ്ടാകില്ല. ശാന്തമായ രാജ്യങ്ങൾക്ക് എത്രമാത്രം ഏകാന്തത നൽകാൻ കഴിയുമെന്ന് ആരും മുന്നറിയിപ്പ് നൽകില്ല. കസിൻസും ഫ്രണ്ട്സുമായി ആഘോഷിച്ചിരുന്ന ഓണവും ഉത്സവങ്ങളുമെല്ലാം നിങ്ങൾ പുലർച്ചെ 3 മണിക്ക് വീഡിയോ കോൾ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറും. വിദേശത്തെ തെരുവുകൾ വളരെ വൃത്തിയുള്ളതാണ്, പക്ഷേ അതെല്ലാം ആളൊഴിഞ്ഞതുമാണ്. ആളുകൾ വിനയത്തോടെ ചിരിക്കും, പക്ഷേ അവർ അകലം പാലിക്കും. കാരണം വിദേശികൾക്ക് എന്നും നമ്മൾ അതിഥി തൊഴിലാളികൾ മാത്രമാണ്, ഒരിക്കലും അവരുടെ ഒപ്പമാകില്ല. സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ വളരെ പ്രയാസമാണ്. ഇന്ത്യയിലെ പോലെ അയൽക്കാർ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ ഒരു കാരണവുമില്ലാതെ വീട്ടിലേക്ക് കടന്നു വരികയോ ചെയ്യാറില്ല. സമാധാനം എന്ന് വിദേശികൾ വിളിക്കുന്ന അവസ്ഥ ഒരു ഇന്ത്യൻ പ്രവാസിക്ക് ഉച്ചത്തിലുള്ള ഒരു നിശബ്ദതയായി അനുഭവപ്പെടാം. NRI അഫയേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആദ്യ വർഷം വിദേശത്തേക്ക് കുടിയേറിയ ഇന്ത്യക്കാർക്കിടയിൽ പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രധാന 3 കാരണങ്ങളിലൊന്ന് സാംസ്കാരിക ഒറ്റപ്പെടലാണ്. ഇന്ത്യക്കാർ വിദേശത്തേക്ക് കുടിയേറാനുള്ള പ്രധാന കാരണം ജോലി ജീവിത സമനില, അതായത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. എന്നാൽ പലരും കണ്ടെത്തുന്നത് ഈ സമനില ചിലപ്പോൾ വിരസതയുടെ ഒരു ശൂന്യതയാകാമെന്നാണ്. ഇന്ത്യയിൽ നിങ്ങളുടെ ജീവിതം നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജോലി, വൈകുന്നേരത്തെ ഒരു കൂട്ടായ്മ എന്നിവയാൽ അങ്ങനെ നിറഞ്ഞിരിക്കും. വിദേശത്ത് വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ ജോലിയിൽ നിന്ന് ലോഗൌട്ട് ചെയ്യും. എന്നിട്ടെന്ത് ചെയ്യും? അയൽക്കാർ കയറി വരാറില്ല. ചായയ്ക്കോ കോഫിക്കോ ഒരുമിച്ച് പോകാൻ സഹപ്രവർത്തകർ ഉണ്ടാകില്ല. പങ്കുവയ്ക്കാനുള്ള ചിരികളില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ചിട്ടയായ ഒരു ജീവിതമാണ്, പക്ഷേ ചിലപ്പോൾ ആ ചിട്ട ശാന്തമായ ഒരു കൂട്ടിലെ തടവായി അനുഭവപ്പെടാം. വ്യക്തിബന്ധങ്ങളെക്കാൾ നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഊഷ്മളത നഷ്ടപ്പെടുന്നു. ഡോളറിൽ ശമ്പളം കിട്ടുന്നത് ഒരു അപ്ഗ്രേഡാണെന്ന് എല്ലാവരും കരുതുന്നു. എന്നാൽ ഡോളറിൽ സമ്പാദിക്കുമ്പോൾ ഡോളറിൽ തന്നെ ചെലവഴിക്കുകയും വേണം. വാടക, ഗ്രോസറി, ആരോഗ്യപരിപാലനം എല്ലാം നിങ്ങളുടെ ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം കവർന്നെടുക്കും. ടൊറൻഡോയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വാടക ഇന്ത്യയിലെ ഒരു ആഡംബര വീടിൻ്റെ മാസ തവണയേക്കാൾ കൂടുതലാകാം. ഒരു വലിയ തുക ബാങ്ക് അക്കൗണ്ടിൽ കാണുമെങ്കിലും ഉയർന്ന ജീവിത ചെലവ് കാരണം നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുന്നത് തുച്ഛമായ തുകയാകും. ഒരുപക്ഷെ അത് ഉണ്ടാകുക പോലുമില്ല.
2024 ലോകബാങ്ക് പഠനമനുസരിച്ച് പുതിയ ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ 40% പേരും ആദ്യ 2 വർഷങ്ങളിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് റിപ്പോർട്ട് ചെയ്തു. അതായത് സാമ്പത്തിക നേട്ടം പലപ്പോഴും വൈകാരികമായ വില കൊടുക്കേണ്ടി വരുന്ന ഒരു വിനിമയം മാത്രമായി മാറുന്നു എന്നർത്ഥം. നിങ്ങൾ എത്ര ജാക്കറ്റുകൾ എടുത്താലും ഒരു വിദേശ രാജ്യത്തെ ശൈത്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒന്നിനും കഴിയില്ല. അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഡിസംബർ മാസത്തെ തണുപ്പ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ വൈകുന്നേരം 4 മണിക്ക് സൂര്യൻ അസ്തമിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഊർജ്ജവും. ഇന്ത്യൻ വേനൽക്കാലത്തെ ഊഷ്മളമായ ചൂട് നിങ്ങൾ മിസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ തണുപ്പ് അന്തരീക്ഷത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മാനസികാവസ്ഥയിലേക്കും കൂടി അരിച്ചിറങ്ങും. ഇന്ത്യയിൽ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത കാലാവസ്ഥ വിദേശത്ത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും വികാരങ്ങളെ രൂപപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയും. സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന അവസ്ഥ പല വിദേശ രാജ്യങ്ങളിലും സാധാരണമാണ്. ഇത് കുടിയേറ്റക്കാരെ കൂടുതൽ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ പോലും അത് നാട്ടിലുള്ളവരോട് തുറന്നു പറയാൻ കഴിയില്ല. നാട്ടിൽ നിങ്ങൾ ഒരു സ്വപ്ന ജീവിതമാണ് നയിക്കുന്നതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. നിങ്ങൾ മഞ്ഞിൻ്റെ, സൂര്യാസ്തമയത്തിൻ്റെ, നഗര ദൃശ്യങ്ങളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യും. ഒറ്റപ്പെടലിൻ്റെ ചിത്രം മാത്രം നിങ്ങളെങ്ങും പോസ്റ്റ് ചെയ്യില്ല. കാരണം ഇന്ത്യയുടെ സാമൂഹിക ചിട്ടയിൽ തോറ്റ് നാട്ടിലേക്ക് വരുന്നത് നാണക്കേടാണ്. റെഡിറ്റിലെ ഒരു പ്രവാസി ഫോറത്തിൽ ഒരാൾ തുറന്നു പറഞ്ഞു, നിങ്ങൾ സന്തോഷവാനല്ലെന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ വിദേശത്താണല്ലോ, അതെങ്കിലും ഭാഗ്യമല്ലേ എന്നായിരിക്കും അവർ പറയുക. ഈ സാമൂഹിക സമ്മർദ്ദം വ്യക്തിപരമായ ദുരിതങ്ങളെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ തിരികെ വരുമ്പോൾ ഒരു വിചിത്രമായ കാര്യവും സംഭവിക്കുന്നു. ഇന്ത്യ പരിചിതമായി തോന്നുമെങ്കിലും അപരിചിതത്വവും ഉണ്ടാകും. സുഹൃത്തുക്കൾ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ജീവിതത്തിൻ്റെ വേഗത മാറി. നിങ്ങളുടെ പഴയ ജീവിതം ഇണങ്ങുന്നില്ല. നിങ്ങൾ പൂർണ്ണമായി അവിടെയുള്ള ആളോ ഇവിടെയുള്ള ആളോ അല്ല. നിങ്ങൾ രണ്ടിനുമിടയിൽ എവിടെയോ നിലനിൽക്കുന്നു. 2 ലോകങ്ങളിലും വഴക്കമുണ്ടെങ്കിലും ഒരിടത്തും ഉടമസ്ഥത ഇല്ലാത്ത ഒരു അവസ്ഥ. ഇതാണ് കുടിയേറ്റത്തിൻ്റെ പറയാത്ത സത്യം. ഒരിക്കൽ നിങ്ങൾ പോയാൽ നിങ്ങൾ ഒരിക്കലും പഴയതുപോലെ തിരിച്ചെത്തുന്നില്ല. ഇന്ത്യ വിടുന്നത് ഒരു വഞ്ചനയല്ല പലർക്കും. അത് ധൈര്യത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അന്വേഷിക്കാനും വളരാനും സാധ്യതകൾ പരീക്ഷിക്കാനുമുള്ള ധീരമായ ശ്രമം. പക്ഷേ ആരും പറയാത്ത ഒരു സത്യമുണ്ട്. ഓരോ സ്ഥലവും നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുന്നുണ്ട്, പകരം എന്തെങ്കിലും തിരിച്ചെടുക്കുകയും ചെയ്യും. അതുറപ്പാണ്. വിദേശത്ത് നിങ്ങൾക്ക് ചിട്ടയായ ജീവിതവും നിരവധി അവസരങ്ങളും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും കണ്ടെത്താൻ സാധിക്കും. എങ്കിലും ജീവിതത്തിൽ സൗഹൃദത്തിൻ്റെ ഊഷ്മളത, അപ്രതീക്ഷിതമായ സന്തോഷങ്ങൾ, പരസ്പര സഹകരണമുള്ള ഒരു സാമൂഹിക ജീവിതം എന്നിവയുടെ കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ പ്രശ്നങ്ങളും തിരക്കും നിലയ്ക്കാത്ത ശബ്ദകോലാഹലങ്ങളും സഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. എന്നാൽ സ്നേഹം, ചിരി, നിങ്ങളുടെ കഥയറിയാവുന്ന ഒരാൾ എന്നിവ കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരിക്കലും അധിക ദൂരം അന്വേഷിച്ച് പോകേണ്ടി വരില്ല. ഒരുപക്ഷെ നിരവധി പേർ എന്നെ വിമർശിച്ചേക്കാം. എന്തിനാണ് ഈ നാട്ടിലിങ്ങനെ ജീവിതം തുലയ്ക്കുന്നത്? എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നാകും വിമർശകർക്ക് എന്നോട് പറയാനുണ്ടാവുക. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നു മാത്രമേ അതിന് മറുപടിയുള്ളൂ. അതുകൊണ്ട് ചോദ്യം നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചായിരുന്നു. കാരണം വീട് കേവലം കയറിക്കിടക്കാനുള്ള ഒരിടം മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മാവ് അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരിടമാണ്.